യെസ്മേൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് യെസ്മേൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ വന്നേ. വൈ ദിസ് ഗ്യാപ്പ്? ഇവരൊക്കെ ഇക്കുവല്ലേ, നമ്മൾ എന്ത് ചെയ്യും? എല്ലാം എന്റെ തലയെ കൊണ്ട് വയ്ക്കുന്നത്. നീരജ് ബ്രോ ഇതിന് മുമ്പൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, പുള്ളി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സാധനം. കേട്ടിട്ടുള്ള കഥകളൊന്നും മാത്രം. തലയാ തനി രാവണ. ഇവൻ ചന്നം പിന്നെ കൗണ്ടേഴ്സ് വരും. അപ്പൊ അത് വേണ്ടെന്ന് പറയും. സുബിനായിട്ടാണ് കൂടുതൽ. സുബിനാണ് ഇവനാണോ നായകൻ എനിക്കൊരു സംശയം. കോമഡി ആണോ അതാ കുറച്ചൊരു സീരിയസ് ചെയ്യാനാണ് ഇഷ്ടം? അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കോമഡി മടുത്തിട്ടാണ് ഞാൻ സീരീസിലോട്ട് പോയത്. സാച്ചുറേഷൻ നമ്മള് മലയാളി പ്രേക്ഷകർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ തമാശക്കാരനെ. RDXന്റെ സെക്കൻഡ് പാർട്ട് ആക്ച്വലി ഓൾമോസ്റ്റ് ഫൈനൽ ആയതായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. ബട്ട് ഇറ്റ് വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് ഷൂട്ടിംഗ് ഇൻ ഫ്യൂ മന്ത്സ്. പക്ഷെ അത് കേരളത്തിലേക്ക് അങ്ങ് പ്ലൂട്ടോ വഴി ഏലിയൻസ് വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെയാണ് നീരജ് മാധവ് പറഞ്ഞത് അപ്പൊ ഏലിയ വെൽക്കം ടു കേരള എന്ന്. അപ്പൊ ബോയ്സ് ഓഫ് പ്ലൂട്ടോ വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. എങ്ങനെയുണ്ട് പ്ലൂട്ടോ? പ്ലൂട്ടോ എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ തന്നെ എങ്ങനെ പറയണത്? പ്ലൂട്ടോ എന്ന് എഴുതി കാണിക്കുമ്പോ ആ ഒരു ഓയിൽ ചെറിയൊരു സംഭവം ഞാൻ കണ്ടു. അത് ഒരു ആമയായിട്ട് ലിങ്ക് ചെയ്ത പോലെ തോന്നി. ശരിയാണോ? അത് ആമയല്ല, അത് സ്പേസ് ഷിപ്പാണ്. സ്പേസ് ഷിപ്പ്, ഞങ്ങളുടെ സ്പേസ് ഷിപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഓ, അത് സ്പേസ് ഷിപ്പ് ആയിരുന്നില്ലേ? പക്ഷെ നിങ്ങൾ നോക്കിയേ ഇല്ലേ? ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ ഇല്ലേ, ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോ ഒരു ആമയുടെ ലുക്ക് ഉണ്ട്. കണ്ട, അതാണ് എന്റെ ഒബ്സർവേഷൻ. പക്ഷെ നിങ്ങൾക്ക് ട്രെയിലറിൽ അറിയാൻ പറ്റും കറക്റ്റ് അതിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത്. ഓക്കെ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ സിനിമയിലേക്ക് വരുമ്പോൾ കുറെ ഡയറക്ടേഴ്സ് സിനിമാക്കാരെന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോണ്ടന്റ് ക്രിയേറ്റർ സിനിമയിലേക്ക് വന്ന് തിരിച്ചൊരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് പോകണ്ട, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കുറെ സിനിമയിലുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് റിപ്ലൈ കൊടുക്കാനുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് ചെയ്യുന്നത് ഇഷ്ടമാണ്. സിനിമയില് നല്ല രീതിയിൽ നിൽക്കുമ്പോഴും ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യും. എനിക്കത് ഇഷ്ടമല്ല. സുബിൻ അതെല്ലാം ഇഷ്ടമാണ്. ഇപ്പൊ യെസ്മേൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലോട്ട് പോകും. ഇത് അങ്ങനെ ഒന്ന് നിർത്താൻ ഉദ്ദേശിക്കുന്ന. ശരി, മോനുണ്ടാ? ഇല്ല ഇല്ല, അതൊന്നും ഇഷ്ടമല്ല. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ 2024 ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ വന്നേക്കണം. വൈ ദിസ് ഗ്യാപ്പ്? ഇവരൊക്കെ ഇക്കുവല്ലേ, നമ്മൾ എന്ത് ചെയ്യും? എന്റെ തലയെ കൊണ്ട് ഇതിപ്പോ പറഞ്ഞിട്ടൊന്നും ഞാനാണ് പുള്ളിയെ പുറത്താക്കിയത്. അത് പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പടങ്ങൾ വരാത്തോണ്ടാണ്. ഒരുപാട് വന്നിട്ട് നമ്മൾ എടുക്കാത്തയാണ്. ഒരുപാടൊന്നും വന്നില്ല, വന്നതൊന്നും അത്ര രസം ഉണ്ടായിരുന്നില്ല. പിന്നെ ആക്ച്വലി അങ്ങനെയല്ല, വേറെ 2 അതർ ലാംഗ്വേജ് പടങ്ങൾ അഭിനയിച്ചിരുന്നു. അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ 2-3 പരിപാടിയുടെ എഴുത്തിലായിരുന്നു. അത് പക്ഷെ വിചാരിച്ചതിനേക്കാൾ സമയം എടുത്തു. നമ്മൾ തന്നെ കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട്. അതെ, ഇതും ഈ പ്രൊജക്ടിന്റെയും ഒരു ബിഗിനിങ് മുതൽ ഞാനുണ്ട്. ഇതിന്റെ ഒരു കൺസെപ്ച്വലൈസേഷൻ മുതലുണ്ട്. പ്ലൂട്ടോ കേട്ടപ്പോൾ എന്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്? ആ ഏലിയൻ എന്ന് പറഞ്ഞ എലമെന്റ് തന്നെയായിരുന്നു. പിന്നെ നേരത്തെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ഞാനൊരു ക്യാമിയോ ആണ് ചെയ്തതെങ്കിൽ അത് ഭയങ്കര കയ്യടി തിയേറ്ററിൽ കിട്ടി. അപ്പൊ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു, എന്താണ് നിങ്ങളിപ്പോൾ ഹ്യൂമർ ഒന്നും ചെയ്യാത്ത, കോമഡി എന്താ ചെയ്യാത്തത്, നിങ്ങൾ പണ്ട് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ലേ എന്ന് കുറെ പേര് കമന്റ്സ് ആയിട്ടും പേഴ്സണലായിട്ടും ഒക്കെ ചോദിച്ചു. ആ സമയത്താണ് ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് നിയാസ് പറയുന്നത്. അന്നേരം ഒരു ത്രെഡ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നൊരു കോമഡി പടം ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതിലോട്ട് വരുവാണ്. കോമഡി ആണോ അതാ കുറച്ചൊരു സീരിയസ് ചെയ്യാനാണ് ഇഷ്ടം? അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി കോമഡി മടുത്തിട്ടാണ് ഞാൻ സീരീസിലോട്ട് പോയത്. അതെയാ, മടുത്തിട്ടാണ്? എന്നുവെച്ചാൽ ഒരു സാച്ചുറേഷൻ എനിക്ക് ഇല്ല, ഞങ്ങക്ക് മടുത്തിട്ടില്ല കേട്ടോ. അവിടം വരെ പോകാനുള്ള ധൈര്യം എനിക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോ ഇവൻ പറഞ്ഞു വേണ്ട, ഇവിടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു.
പക്ഷെ അല്ല മടുത്തത് ആർക്കാന്ന് വെച്ചാലേ നമുക്ക് ആക്ച്വലി മടുത്തിട്ടില്ല. അതെ. നമ്മൾ ഭയങ്കര ഫാനാണ് കോമഡിയുടെ. ആണല്ലേ? നമ്മള് മലയാളി പ്രേക്ഷകരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ പഴയ ആ തമാശക്കാരനെ അല്ല, ഇതൊരു വലിയ തിരിച്ചുവരവായിരിക്കും. അതെ അല്ലേ? പ്ലൂട്ടോ അത് ഇതിന്റെ ഫസ്റ്റ് ഗ്ലിംസ് കണ്ടപ്പോഴേ നമുക്ക് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി. ഈ പടത്തില് എൻജെ അങ്ങ് അഴിഞ്ഞടി എല്ലാ മേഖലയും ഉണ്ട്. മ്യൂസിക്കലുണ്ട്, പാട്ട്, ഡാൻസ്, ആക്ഷൻ, കോമഡി. അല്ല കളി പറഞ്ഞല്ല, വെറുതെ പറഞ്ഞു. സോറി, ഞാൻ ഇത് പുകഴ്ത്തിയതല്ലേ, ഒന്നും പറയാൻ പറ്റാത്ത. അതുപോലെ നമ്മള് ഈ ഫസ്റ്റ് ഗ്ലിംസ് കണ്ടപ്പോ ആദ്യം ഏലിയന്റെ കാലും കൈ ഇങ്ങനെ പിടിക്കുന്ന അതൊക്കെയാണല്ലോ കാണുള്ളൂ. ഏലിയൻ ആരാണ് നമ്മൾ കാണില്ല. അപ്പൊ നമ്മളിങ്ങനെ ആരേലിയൻ ഇങ്ങനെ നോക്കിയിരിക്കുക. അൽത്താഫ് സലീമിനെ കണ്ടപ്പോ വാവ് പെർഫെക്റ്റ് അങ്ങനെ തോന്നി. കമന്റ്സ് എടുത്ത് വായിച്ചപ്പോൾ സെയിം സംഭവം തന്നെ, പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഏലിയന്റെ അൽത്താഫ് സലീം എന്ന്. ആ ഏലിയൻ ഞാനായിരിക്കും എന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയ വാവ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണല്ലോ. ഇല്ല, അങ്ങനെ തോന്നിയില്ല. എങ്ങനെ ഈ പറയുന്ന പോലെ ഇത് പുള്ളിയും എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഭയങ്കര സീരിയസ് ഏലിയൻ. അപ്പൊ കഥ പറയാൻ യാസ് വന്നു, സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പോൾ ഫൺ സിനിമയാണ്. അത്ര വലിയ ആദ്യത്തെ കുറച്ച് ഈ ഗെറ്റപ്പ് ചേഞ്ചിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പിന്നെ കുറച്ച് മാനറിസം ഒക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈ കൊടുത്തതാണ്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളായിരുന്നില്ല. അല്ല, ചലഞ്ചിങ് ആണ്, മീൻസ് ഭയങ്കര എഫേർട്ട് അത്ര ഹൈ ഇതിലൊന്നും ഇടേണ്ട കാര്യം ഉണ്ടായില്ല. ശരി, ഏലിയനാവാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മളല്ലേ ഇതൊക്കെ മാറണ്ടേ? ജസ്റ്റേഴ്സ്, ആറ്റിറ്റ്യൂഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ അതൊക്കെ പഠിച്ചിട്ടാണോ ഞാൻ ചോദിക്കില്ല? പഠിച്ചിട്ടൊന്നും ഇതിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കുറച്ചുകൂടെ ഒരു കാരിക്കേച്ചറിഷ്, റിയലിസ്റ്റിക് രീതിയിലല്ല, കോമിക് ബുക്ക് രീതിയിലാണ്. അതിന്റെ ഒരു പക്ഷെ പറഞ്ഞ പോലെ വേറൊരു ഏലിയൻ ഭാഷയും വേറൊരു പുള്ളിക്കൊരു ഏലിയൻ ഇതില് ചിരിയുണ്ടല്ലോ, അങ്ങനെ ഒരു വിയേർഡായിട്ടുള്ള ചിരിയും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സാധനം പുള്ളി അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ത്രൂ. അത് സ്വയം കൊണ്ടുവന്നതാ? എന്നുവെച്ചാ പുള്ളി തന്നെ ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചിരി വെക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ ചില സീനുകളിലൊക്കെ ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് ഷെഡ്യൂൾ ബ്രേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുമ്പോഴേക്കും അൽത്താഫായിട്ട് അഭിനയിക്കും. അൽത്താഫ് അപ്പൊ പറയാം ആദ്യം ബ്രോ ഏലിയൻ, പുള്ളി പെട്ടെന്ന് മറ്റേ 3-4 ഷെഡ്യൂളായിട്ടാ ചെയ്തേ. നമ്മൾ വൺസ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോവുകയാണെങ്കിൽ നമുക്കതിങ്ങനെ കീപ്പ് ചെയ്ത് പോവാം. മറ്റേത് നമ്മൾ പോയി 2 മാസം കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് ആ കണ്ടിന്യൂറ്റി പിടിക്കണമല്ലോ, പെർഫോമൻസ് കണ്ടിന്യൂറ്റി പിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. പല സീൻ ഡയലോഗ് ഇല്ലാത്ത സീനുകൾ, കുറെ ഫിസിക്കൽ ഹ്യൂമർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്. അതിപ്പോ മറ്റേ നീരജ് മാധവന്റെ തന്നെ സിനിമയിലൊരു ഡയലോഗിലേക്ക് തിരിഞ്ഞു നോക്കി, ഇതിൽ ഏത് സൂപ്പർ പവർ ആളേണ്ടത്? അപ്പൊ തന്നെ ആള് മേളിലേക്ക് ഇങ്ങനെ ഐസ് പോകുന്ന മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന് ഭയങ്കര ഒരു ഹുക്കിംഗ് ആണ്. കൊള്ളാം, നമുക്കൊരു തോന്നും ഓ വാവ് ഏലിയൻ. സൂപ്പർ പവർ കണ്ടുപിടിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് പടത്തില്. നമ്മുടെ അജു വർഗീസിന്റെ ഒരു ഡയലോഗ് ഇതിൽ കണ്ട്, ഏത് ഗാലക്സിയിൽ അവൻ പോയി ഒളിച്ചാലും ഞാൻ അവിടെ കണ്ടുപിടിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സാധനം. അപ്പൊ ഞങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ ഏത് ഗാലക്സി പോയി ഒളിച്ചാലും ഞാൻ വിളിച്ച ഇവൻ വരും. അങ്ങനെ ഒരു ആള് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മേ ബി ഒരു നമുക്കൊക്കെ അറിയാവുന്ന ഒരു സെലിബ്രിറ്റി തന്നെ പറഞ്ഞോ, ആരായിരിക്കും? സുബിൻ സെലിബ്രിറ്റിയിൽ എൻ്റെ ഫ്രണ്ട് രാമൻ അറിയാം, എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ഒരു മുട്ട താടിച്ചവൻ. അത് ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും വരും. അതെ, വേറെ ഏത് പണി കിട്ടി നിൽക്കണമെങ്കിലും വരും. അതെ അതെ, അത് ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ്. നീരജ് ആലയ്ക്ക് സമയം വേണം. നമ്മുടെ ഫാമിലി തന്നെ ഇമ്മീഡിയറ്റ്ലി അത്യാവശ്യത്തിന് അവരെ വരുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സിനിമയിലുള്ളതാണോ? സിനിമയിലുള്ള ആളെ പറയാം. ഈ സിനിമ അല്ല, പൊതുവിൽ പൊതുവിൽ ഞാൻ അജുവേട്ടനെ പറയും. കാരണം ഞാൻ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ അജുവേട്ടനെയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി എൻ്റെ പടമാണെങ്കിൽ പുള്ളി ഇതില് അങ്ങനെ വിളിച്ചു, അജുവേട്ടാ വില്ലൻ നിങ്ങളാട്ടാ, ഓക്കെടാ. അപ്പൊ നമ്മള് കഥയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മള് ട്രസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ആള് പുള്ളിയായിരിക്കും. ഏത് ഗാലക്സിയിലാണെങ്കിലും അവന്റെ പരിപാടിയാണ് ഞാൻ അത് നിങ്ങളുടെ കോംബോ നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു ലാലേട്ടൻ ശ്രീനിവാസൻ കോംബോ പോലെ നമ്മൾ ന്യൂ ജനറേഷനിൽ കാണുന്ന ഒരു കോംബോ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ 2 എഴുതി ഞാൻ മെലിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയാ, വാവ്, വെയിറ്റിംഗ്. എഴുതി ഉണ്ടാക്കി അവിടെ
എനിക്ക് ഈ പറഞ്ഞോട്ട് അഖിൽ സത്യനുണ്ട്. ആ അഖിൽ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം എന്തെങ്കിലും നമ്മൾ അഖിലായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അഖിൽ എന്തുണ്ടെങ്കിലും വരും. വരും. അതുപോലെ തന്നെ ഇതിൽ കണ്ട വേറൊരു ഡയലോഗ്, ഐ റിയലി വിഷ് ഐ ഹാഡ് എ സെക്കൻഡ് ചാൻസ്. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു സംഭവം പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഇതൊരു സിനിമയിലെ റോളായിരിക്കും. ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്ന ഞാൻ ചെയ്തേനെ എന്ന് തോന്നിക്കുന്ന ആ ഒരു സംഭവം. സെക്കൻഡ് പാർട്ട് വേണേൽ പറയാം. RDXന്റെ സെക്കൻഡ് പാർട്ട് ആക്ച്വലി ഓൾമോസ്റ്റ് ഫൈനൽ ആയതായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അയ്യോ ആണാ, അത്രയും എനിക്ക് പറയാൻ പറ്റും. അയ്യോ വൈ? But we all wanted it to happen. I don't know. I cannot reveal it now. But it was supposed to start shooting in few months. പക്ഷെ അത് നടന്നില്ല അല്ലേ? പക്ഷെ ഇനി വരുമോ ഇപ്പോഴും ഇൻ ഫ്യൂച്ചർ? അതിപ്പോ എനിക്കിപ്പോ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഓക്കെ, വരട്ടെ. ബിക്കോസ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയും കൂടിയാണല്ലോ. അപ്പൊ അതാണ് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടണം എന്നുണ്ട്. അതൊന്ന് അതെ, അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആ പടം നടക്കണം. പിന്നെ ഹാസനും ഗെയിം കഴിഞ്ഞ അടുത്ത പടം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് ആവട്ടെ. Yeah. സുബിൻ അൽത്താഫൊക്കെ എടുത്ത് ആലോചിക്കണോ അല്ലേ? ഓക്കെ, അൽത്താഫ്ക്ക് ഇല്ല, എനിക്ക് അങ്ങനെ സെക്കൻഡ് ചാൻസ് ഒരു ഇതിന് വേണം. അത് അങ്ങനത്തെ റിഗ്രറ്റ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇവരിപ്പോഴും ബന്ധപ്പെട്ടുള്ള നീ പറ നിന്റെ. അല്ല, എന്തെങ്കിലും ഉണ്ടാവൂലോ? അത് ഇവനെ എല്ലാ ടേക്കും 8ാമത്തെ ടേക്കാണ്. അതുകൊണ്ട് അതിലൊന്നും അവന് പറയാനും പറ്റില്ല. കാരണം 8 ചാൻസ് ഒക്കെ കൊടുക്കണ്ട. കട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത്. അത് ശരി. ആ റിഹേഴ്സലിലൊക്കെ ഇവന്റെ കൂടെ പിടിച്ചു നിക്കണല്ലോ എന്നൊക്കെ വിചാരിച്ച് ആക്ഷനില് വേറൊരു അടിപൊളി വിറ്റ് പറഞ്ഞില്ലടാ. അപ്പൊ കടപ്പുറത്തൊക്കെ ആയിരിക്കും ഷൂട്ട്, ദൂരത്തെ ക്യാമറ ഓക്കെ ടേക്ക് ഓക്കെ അടുത്ത ടേക്ക് പറയാൻ. റിഹേഴ്സലിൽ കുറെ പ്ലാൻ ചെയ്യും, ടേക്കില് അത് വരില്ല. നമുക്ക് തന്നെ ഇപ്പൊ ഡയലോഗ് സെറ്റ് ചെയ്യാവോ? അങ്ങനെ ഉണ്ട്. നമ്മള് ഡെവലപ്പ് ചെയ്യുമല്ലോ. ഹ്യൂമർ ആണല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് കയ്യിൽ നിന്ന് കുറെ പരിപാടികൾ ഇടും. അപ്പം ടേക്കിന് മുന്നേ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കും, കുറച്ച് നല്ല സാധനം കിട്ടും. ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ വരൂല. എന്നാ പിന്നെ റിഹേഴ്സ് ചെയ്യാതിരുന്നാ പോരെ, ഒറ്റയടിക്കാൻ എടുത്താ പോരെ. അതും വരൂല. ആക്ഷൻ കേട്ടാ പിന്നെ വരൂല. എങ്ങനെയാവും? ഇത്രയും റീൽസ് ചെയ്യുന്ന, ഇത്രയും ക്യാമറ കണ്ടുമടുത്ത സുബിന് പേടി. റീൽസ് നമ്മള് ഫോണ് ഇത് അല്ല, പേടിയൊന്നുമില്ല. പുള്ളി മറ്റേ അഭിനയം ഇട്ട് കളയും. മറ്റേ കൊറേല്ലേടാന്നൊക്കെ ഇവിടുന്ന് ഇല്ല, അവൻ അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷെ പുള്ളിക്ക് മറ്റേ കുറച്ച് ആദ്യമൊക്കെ കുറച്ച് സാധനങ്ങളില് ഇപ്പൊ നമ്മള് ഇംപ്രവൈസ് ചെയ്യുന്ന സീനാണെങ്കിൽ ഈ പറയുന്ന കൗണ്ടർ പരിപാടിയൊക്കെ പുള്ളി ഇച്ചിരി ഇതാവും. അതേസമയം നമ്മള് പറഞ്ഞ അതേ ഡയലോഗാണ് അത് പിടിക്കും. ഫീൽഡിൽ കയറി ഇങ്ങനെ ഇറങ്ങിപ്പോയി ഫീൽഡിൽ കയറുന്നത് ഇറക്കി വിടുന്നത്. അവൻ എന്തൊക്കെ ഇതാണെങ്കിലും ഡബില് ലിപ്പ് തെറ്റിച്ച് അവൻ ആ കൗണ്ടർ ഇടുകയും ചെയ്യും. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ കുറച്ച് സാധനം ഇട്ട് വെക്കും. അപ്പൊ അത് ഡബില് അത് നല്ലൊരു ഐഡിയ ആണല്ലേ, സ്മാർട്ട്. കുറച്ച് ഡയലോഗ് കടൽ നിന്നോണ്ടൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്താന്ന് മനസ്സിലാവില്ല. അപ്പൊ അത് അവിടെ പിടിക്കും. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഒരുപാട് നീരജ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. നീരജ് ഹെൽപ്പ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും പെട്ടെന്ന് ഓർക്കാണെങ്കിൽ? നമ്മള് തമ്മില കൂടുതലും കോംബോ വരുന്നത്. ഓക്കെ, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ ഇതില്? നമ്മള് ഫ്രണ്ട്സാ. അപ്പൊ ഇതില് ഇത് തന്നെയാണ് നമ്മള് ഓരോ സീന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടുപേരും ഇതെങ്ങനെ ചെയ്യാന്നും പറഞ്ഞിട്ട് ഇതാക്കും. അപ്പത്തേക്ക് ഇത് കണക്ക് പുള്ളി ഓരോരോ ഇത് പറയും, നീ ഇത് പറഞ്ഞു നോക്ക്, അങ്ങനെ ഉള്ളൊരു സാധനം പറയാറുണ്ട്. ഇവൻ ചന്നം പിന്നെ കൗണ്ടേഴ്സ് വരും, കൊറേ സാധനങ്ങൾ വരും. അപ്പൊ അത് വേണ്ടെന്ന് പറയും. അത് വേണ്ട, അതൊന്നും വേണ്ട, അത് നല്ലൊരിതാ. അത് എന്തായിരുന്നു? അപ്പൊ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഇവനായിട്ടുള്ള ഡിസ്കഷൻസ്. നമ്മളുടെ ജാമിങ് സെഷൻ ഉണ്ടല്ലോ, ഞാൻ അറിയാതെ ഓർമ്മയില്ല. ശരി, അങ്ങനെ നമ്മള് നമ്മള് സംസാരിക്കണ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നീ വെറുതെ പറ, അങ്ങനെ നമ്മള് അപ്പൊ അതിൽ ചെറിയ അടിപൊളി സാധനങ്ങൾ കിട്ടും. എന്നിട്ട് നമ്മളത് പെറുക്കി എടുത്തിട്ട് കുറച്ച് ഒരു എന്തായിരിക്കും അൽത്താഫിന്റെ അടുത്ത് പഠിച്ചൊരു സംഭവം? അൽത്താഫ് ഈ സിനിമയില്
ഞാൻ ഈ പറഞ്ഞല്ലേ, ഒരു മനുഷ്യനായിട്ടല്ലല്ലോ, ഏലിയനായിട്ടാ. അതെ. അപ്പൊ നമുക്ക് പുള്ളി നമുക്കൊരു ഏലിയനായിട്ട് തന്നെ ഫീൽ ചെയ്യും. സംഭവം നോർമലി ബാക്കിയുള്ള ഒരു ഏലിയൻ ആണെന്ന് അറിയിക്കാതിരിക്കാൻ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് നിൽക്കുന്നെങ്കിലും പുള്ളിയുടെ ആ ഒരു നിൽപ്പും മാതിരി നമുക്കതൊരു ഏലിയനായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പം ശരിയാട്ടോ. കാരണം നമുക്ക് നോക്കുമ്പോഴേ ഈ ചെവിയൊക്കെ മറച്ചു വെക്കും ഒരു ഇയർഫോണൊക്കെ വെച്ചിട്ട്. ഒരു ചെവി ഇങ്ങനെ കണ്ടു. അതെ, അത് ആരും കാണാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇതൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ എന്നാലും പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡില് നമുക്കൊരു ഏലിയനെ ആയിട്ട് ഫീൽ ചെയ്യാം. കാരണം അങ്ങനത്തെ ഒരു ഇതൊക്കെയാ. അപ്പൊ അതൊക്കെ കൗതുകത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. എന്തെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ? അങ്ങനെ പഠിപ്പിക്കാൻ അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കെല്ലാം അറിയോ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇല്ല, നമ്മള് കൂടുതലും ഇങ്ങനെ ഈ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്ന് സംസാരിക്കും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ അവിടെ കുറെ തമാശകളും കാര്യങ്ങളൊക്കെ പറയും. പുള്ളിയോടെ സംസാരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. എത്ര സമയം വേണം സംസാരിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ അൽത്താഫ് ഈ പറഞ്ഞ പോലെ വെറുതെ സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോണ്ടിരിക്കാനും അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഏലിയനായിട്ട് സംസാരിക്കണത് കേൾക്കാൻ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഏലിയന്റെ കാര്യമൊന്നുമില്ല, പുള്ളി ഫുഡിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട്. ഫുഡാണ് മെയിൻ ഡിസ്കഷനിലൊന്ന്. അതാണ്. അൽത്താഫ് ഇപ്പൊ ഓൾറെഡി ഒരു ഡയറക്ടറാണ്. അപ്പൊ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഡയറക്ടേഴ്സിനോട് ഇങ്ങനത്തെ ഒരു സജഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെയല്ലല്ലോ, ഇങ്ങനെ എടുത്താൽ കുറച്ചുകൂടി നല്ലതാണല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് എപ്പോഴും സജഷൻസ് കൊടുത്തിട്ടുണ്ടോ, കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇനി അത് പറയാൻ ചെന്നുമ്പോ അവരെന്റെ പെർഫോമൻസ് പൊട്ടേന്ന് പറഞ്ഞു ഞാൻ പോവാറില്ല. ഇല്ല, ബേസിക്കലി പറഞ്ഞോട്ട് അത് അവരുടെ വിഷനാണ്. നമുക്കതിൽ ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ല. അതെ അതെ, ഇതുമില്ല. ഞാൻ എന്നെ ഒരു ഹയർ ചെയ്തേക്കണത് അഭിനയിക്കാനാണ്. അപ്പൊ അത് പോയി അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് പോരും, അല്ലാതെ വേറൊരു ഇടപെടലും ഇല്ല. ഈ പടത്തില് വേറൊരു കിട്ടുന്ന സംഭവം ഇതിൽ പാട്ടാണ്. അതും ആരാണ്? നീരജ്. എല്ലാ പാട്ടും ഞാനല്ല കേട്ടോ. അല്ല, നമ്മളിപ്പം ഇറങ്ങിയൊരു പാട്ടുണ്ടല്ലേ, പോനാൽ പൊട്ടും പോടാ, അത് കിഡിലും സാധനമാണ്. അത് ചെയ്ത് രസമുണ്ടാ ചെയ്തേക്കണം. അപ്പം ആ പാട്ടിനോടുള്ള ഒരു സംഭവം പറയോ? റാപ്പ് ചെയ്യാനൊക്കെ എത്ര നേരം എടുക്കും ഇതൊന്ന് സെറ്റ് ചെയ്യാൻ? ആ പാട്ട് ആക്ച്വലി നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു പാട്ടായിരുന്നു. വേറെ എക്സ്ട്രാ ഇറക്കാൻ ചുമ്മാ കാഷ്വലി നമ്മൾ ജാം ചെയ്തിട്ടുണ്ടായ ഒരു പാട്ടാണ്. പക്ഷെ അതൊരു ബ്രേക്കപ്പ് സോങ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇറക്കുമ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഇല്ല. നമ്മള് സോങ്ങിന് എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് വേണമല്ലോ, ബ്രേക്കപ്പിന് കോണ്ടെക്സ്റ്റ് ഇല്ലാതെ അത്. അപ്പൊ ഞാൻ അതിങ്ങനെ വെച്ചിരുന്ന ഒരു പാട്ടാണ്. അതിന് കുറച്ച് ഹുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ റൈറ്റർ അതൊരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പടം എഴുതി വന്നപ്പോ അതിനകത്തൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നപ്പോ ഈ പാട്ട് തരുമോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എടുത്തോ. അതൊരു തോൽവി ആയിട്ട് നിൽക്കുന്ന ഒരുത്തന്നെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ കറക്റ്റ് ആ കോണ്ടെക്സ്റ്റിൽ മാച്ചായി ഒരു പരിപാടി കിട്ടും. അങ്ങനെ അത് പടത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ്. ബാക്കി പാട്ടുകളൊക്കെ ആർക്കേഡോ ആണ് ചെയ്തിരിക്കുന്നത്. പണിപ്പാളി വിത്ത് ആർക്കേഡോ അല്ലേ? അതെ 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 അതെ. ആർക്കേഡോനെ നമ്മൾ ആദ്യമായിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇനി സെലക്ട് വൺ, റാപ്പ് ഓർ ആക്ടിങ്? ഇപ്പൊ കുറച്ച് കഷ്ടമാണല്ലോ ആക്ടിങ് സെലക്ട് ചെയ്യാം. ആക്ടിങ് ആണ് കുറച്ചുകൂടി ഇതല്ലേ? അങ്ങനെ പറയുന്നില്ല, സെലക്ട് ചെയ്തു അത്രേ ഉള്ളൂ, വേറെ റീസൺ ഒന്നുമില്ല. സെലക്ട് ചെയ്തല്ലേ പറ്റൂ. ഡയറക്ഷൻ ഓർ ആക്ടിങ്? ഡയറക്ഷൻ കുറച്ചുകൂടി താല്പര്യം. നെക്സ്റ്റ് ഡയറക്ടർ ആയിട്ട് വരുന്ന പ്രൊജക്ട്? റൈറ്റിംഗ് സ്റ്റേജിലാണ്, നോൺ സിയർ ആയിട്ടുള്ള. റീൽസ് ഓർ ആക്ടിങ്? ഐ മീൻ അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, റീൽസ് ഓർ സിനിമ? സിനിമ. പിന്നെ ഇത്രയും നാളത്തെ അല്ല, അത് ചെയ്യുന്നത് തന്നെ സിനിമയിലെത്താൻ വേണ്ടി. നീ ഏതറ്റം വരെ പോകുന്ന ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിന് രണ്ടർത്ഥമൊക്കെ കൊടുത്ത ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഞാൻ അത് സിനിമയിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ റീൽസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ സിനിമയിലേ പറയും. ഓക്കെ, സപ്പോസ് ഏലിയൻസ് കൊച്ചിയിൽ വരാണെന്ന് ഓർത്തോ, നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളൊന്നും സുബിനാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം അത് ഉപദ്രവകാരിയാണോ അതോ പാവം ഏലിയൻ ആണോ നോക്കും. പാവം ഏലിയൻ ആണെങ്കിൽ കൊണ്ട് നടക്കും, കറങ്ങും, എന്നിട്ട് ചോദിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും അവിടെ എങ്ങനെ വിഷയമാണെന്നുള്ള. അതല്ല ഇച്ചിരി ഡേഞ്ചർ ആണെങ്കിൽ നൈസിന് ആരുടെയെങ്കിലും പെടലിക്ക് കൊണ്ട് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ അപായപ്പെടുത്തുകയോ ചെയ്യും. ഓ അതും ചെയ്യും. ഓ അപായപ്പെടുത്തും. കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. ജീവൻ വേണ്ടേ? ഓക്കെ, നീരജ്. എനിക്കാണല്ലോ കിട്ടുന്നത്. അപ്പൊ പിന്നെ അതിപ്പോ ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യം. എന്നാലും വെറുതെ റിയൽ ലൈഫിൽ കിട്ടാണെങ്കിൽ വെരി ടഫാണ്. ഓടും? ഓടൂല ഇല്ല അല്ലേ? ഇല്ലില്ല. ഞാന് പിന്നെ പുള്ളിയും കൊണ്ട് ഒന്ന് പുള്ളിയുടെ നാട്ടിലോട്ട് പോവാനുള്ള ശ്രമം നടത്തും.
പ്ലൂട്ടോയിലേക്ക്. അവിടെ പോയിട്ട് ഒരു എക്സ്ക്ലൂസീവ് വിസിറ്റ്. പിന്നെ തിരിച്ചിങ്ങടെ വരില്ല തോന്നുന്നു. അങ്ങനെ പ്രശ്നം. അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോ ഓക്കെ. അൽത്താഫ് ആണെങ്കിൽ ഈ സിനിമയിലുള്ള അൽത്താഫ് സലീമിനെ പോലത്തെ ഒരു ഏലിയനെ വന്നേക്കണേന്ന് ഓർത്തു. പുള്ളി അഭിനയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പണിക്ക് വിട്ട് എന്തെങ്കിലും. അവനെ പണിക്ക് വിടും, ഞാൻ വെറുതിരിക്കും. അത് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അത് പറയാൻ പറ്റിയില്ല. പണിക്ക് വിട്ടാ പോരെ. നിനക്ക് കിട്ടി, പക്ഷെ വേറെ നമ്മുടെ ഹീറോയിൻ അത് ആർഷ ഇതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ ഒരു തോൽവിയാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ആർഷ ആണല്ലേ? വേറെ ആരും പറഞ്ഞിട്ടില്ല? വേറെ ആരും മേ ബി നമ്മള് ഈ സിനിമയിലേക്കൊക്കെ പറഞ്ഞതിന് മുൻപ്. ഞാൻ പറഞ്ഞിട്ടില്ല, കേൾക്കാതെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് 3-4 സംശയമുണ്ട്. അതെയാ? അവരിപ്പോ ഇത് കാണില്ല. എന്താണ് ആരെങ്കിലും ഒക്കെ പറയും. ഒരു തോൽവി അത് ഉറപ്പായിട്ടും പറയും. അങ്ങനെയാണെങ്കിൽ ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് തന്നെ തോന്നൂല ആ ഒരു തോൽവി. അപ്പൊ എന്തായാലും ഈ കണ്ടോണ്ടിരിക്കണോന്ന് നോട്ട് ചെയ്യും. ഉറപ്പായിട്ടും പറയുമായിരിക്കും. നമ്മൾ കേൾക്കല്ലെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. അല്ലാതെ ഇത്തിരി മനസാക്ഷിയുള്ള ആരും വന്ന് അങ്ങനെ പറയത്തൊന്നുമില്ല. ശരിയാ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ആളിയാ നീ ഒരു തോൽവി എന്ന് പറയും. അപ്പൊ നമ്മൾ അതും ആ സെൻസിൽ എടുക്കുള്ളൂ. നമ്മുടെ വിഷമിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനും അങ്ങനെ പറയില്ല. പറയണമെങ്കിൽ നമ്മൾ ഇല്ലാത്ത സമയത്തേ പറയും. അതാ അങ്ങനെയുള്ളവർ ഇപ്പൊ ഇത് കേൾക്കണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ തോൽവിയല്ല, ഞാൻ തോൽവിയല്ല ഗൈസ്, ഞാനിപ്പോ പ്ലൂട്ടോയിൽ അഭിനയിച്ച് നിൽക്കുകയാണെന്നൊക്കെ. പിന്നെ അതെ. ഓക്കെ, അടുത്ത നമ്മൾ സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റീസെന്റ് മറ്റേ ഒഡീസിയുടെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നോ? സെൻഡയും ടോം ഹോളണ്ടിന്റെ ഒക്കെ ഒരു സംഭവം. അതായത് നമ്മളിങ്ങനെ ഒരാൾക്ക് ഞാൻ ഇത് തരും, ഇതില് നിങ്ങളുടെ ഒരു ആളുടെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നീരജിനാണ് തരണമെന്നുണ്ടെങ്കിൽ നീരജ് നോക്കരുത്, തിരിച്ച് ഇവരെ കാണിക്കുക. എന്നിട്ട് നീരജ് ഗസ് ചെയ്യാൻ നോക്കുക. ഓരോരോ ക്ലൂസ് പറഞ്ഞ് ഇന്നാളാണോ ഇന്നാളാണോ. 4 ഉള്ളൂ. ഓക്കെ, അതപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ടോം ഹോളണ്ടിന് കൊടുത്ത സെയിം പേപ്പർ അല്ല, പക്ഷെ അതേ ഗെയിമാ. നോക്കരുത്. അറിയോ എന്തോ ഇല്ല. ഓക്കെ, അടച്ചു വെക്കണോ അതോ പിടിച്ചോണ്ടിരിക്കണോ? എല്ലാരും കണ്ടു. നീ പറഞ്ഞു. സിനിമയിലുള്ളതാണോ? അതെ. നമ്മുടെ സിനിമയിലുണ്ടോ? അതെ. സ്ത്രീയാണോ പുരുഷനാണോ? അങ്ങനെ പറയാമോ? പറഞ്ഞോ. പുരുഷൻ. ഭൂമിന്ന് വരുന്ന കഥാപാത്രം ചെയ്യുന്ന ആളാണോ? ഭൂമിയിലുള്ള കഥാപാത്രം. എന്റെ കൂട്ടുകാരന്റെ ക്യാരക്ടറാണോ ചെയ്തിരിക്കുന്നത്? അല്ല. വില്ലനായിട്ടുള്ള ക്യാരക്ടറാണോ ചെയ്തിരിക്കുന്നത്? അജ്വർഗീസിൽ ഇതിൽ വില്ലനാണല്ലേ? പിന്നെ അടുത്ത കയറട്ടെ, എനിക്കറിയാം. ഫിലിം ഫീൽഡാണ്. നായകൻ ഈ പടത്തിലല്ല. പുതിയ ആളാണ്. ഞാനാണ്. നീ എവിടെ പുതിയത്? നിഹാല്. ഓ കറക്റ്റ്, പെട്ടെന്ന് കിട്ടിയല്ലോ അത്. നിഹാൽ ഇതില് എന്ത് റോളാണ്? ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? എന്റെ അനിയൻ. എങ്ങനെയുണ്ടായിരുന്നു വിത്ത് നിഹാൽ? അടിപൊളിയായിരുന്നു. കാര്യം ഈ പറഞ്ഞ സുബിനെ പോലെ തന്നെ നമ്മൾ ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് നിഹാൽ. സോ സുബിന്റെ അത്രയും സ്ക്രീൻ ടൈം എനിക്ക് നിഹാലുമായിട്ടില്ല. സുബിനായിട്ടാണ് കൂടുതൽ. സുബിനാണ് ഇവനാണോ നായകൻ? എനിക്കൊരു ഇത് കൊടുത്ത് പറയല്ലേന്നൊക്കെ. അടുത്ത് കൊടുക്കട്ടെ. സീരിയസ് ആക്കിയാ അതെ, നല്ലത് കേൾക്കുമ്പോഴേ കാണാമല്ലോ. സിനിമ അത് പ്രതീക്ഷിക്കാൻ പാടാ. സിനിമയിലുള്ള ആളാണ്. നമ്മുടെ സിനിമയിലുണ്ട്. അതെ, 2 ചോദ്യമായിട്ട്. മെയിൽ. യാ. സുബിൻ ടാർസൻ. എക്സ്പ്രഷൻ വേറെ എന്തെങ്കിലും വെക്കായിരുന്നു അല്ലേ? അതെന്താ? ഇതിപ്പം 2 പേര് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിന്ത പോകും. ആണോ? വേറെ വെക്കായിരുന്നല്ലേ? ഒരെണ്ണം കൂടി നോക്കല്ലേ? എനിക്ക് ടഫ് മാത്രം ഇല്ല. എന്തായാലും ഇപ്പൊ നമ്മുടെ പടത്തിലാണെന്ന് ഉറപ്പിച്ച് ഞാൻ ചോദ്യം ചോദിക്കണ്ട. ഇനി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ആടുന്നു ഒരു ചോദ്യം വെറുതെ കളയില്ല. മെയിൽ ഓർ ഫീമെയിൽ? നായകന്റെ സൈഡാണോ വില്ലന്റെ സൈഡാണോ? നായകന്റെ സൈഡാണ്. അൽത്താഫാണോ? അല്ല, ഒരെണ്ണം കൂടി ഉള്ളൂട്ട് ഇപ്പൊ തോക്കും. ഇനി എന്റെ കൂടെ നമ്മുടെ കൂടെ ആൾക്കാരില്ല. പോസ്റ്ററിൽ മാത്രമല്ലല്ലോ, വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ നോക്കണം അല്ലേ? ഞാൻ പോസ്റ്ററിൽ നോക്കണം. മൊത്തത്തില് പടം
അല്ല. അതുമല്ല. കഴിഞ്ഞിട്ടാ ഓ ഷിറ്റ്, എനിക്ക് ഗസ്സിങ്ങേ ഉള്ളൂ അല്ലേ? തോറ്റ്. ആ ഗസ്സിംഗ് ഉണ്ട്. അല്ല. ആ തോറ്റില്ല, ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു ഗസ് ഉണ്ട്. ഒന്നല്ല. ഒന്ന് എനിക്ക് നായകനായിട്ട് നീയാണോ അല്ല. ഇവരുടെ മനസ്സിൽ ഇവനാണ് പടത്തിലെ നായകൻ. പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. വിക്കിയുടെ സൈഡില് അച്ഛനല്ല, നിഹാലിനെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞ്, അൽത്താഫിനെ കാണിച്ചു കഴിഞ്ഞില്ലേ നമ്മള്? ഇല്ലില്ല, ഒറ്റ ഗസ് ഉള്ളൂ. അൽത്താഫ് ഉറപ്പിച്ച തോറ്റു. നോക്ക്. ഇല്ല, നോക്ക്. What man? നായകന്റെ പേര് പറഞ്ഞു. Oh my God. നിങ്ങൾ പറ, എങ്ങനെയുണ്ടായിരുന്നു നീരജ് മാധവന്റെ കൂടെയുള്ള പ്ലൂട്ടോ? കൊള്ളാം, നല്ലതാ അല്ലേ? നിങ്ങളുടെ ഒരു വൈബ് എനിക്ക് ഇപ്പോഴേ കിട്ടുന്നുണ്ട്. അല്ല അല്ല നല്ല രസം ഉണ്ടായിരുന്നു. അതൊരു നമ്മള് മറ്റേ ഈ ഫോഴ്സ് ചെയ്ത് പറയണല്ലേ? അങ്ങനെയല്ല, കൊള്ള. ഞാൻ നീ ഭയങ്കര ഇത് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ അതീ കൊണ്ട് തീർത്താ. ഞാൻ മറന്നു പോയത്. ഇല്ല, അടിപൊളിയായിരുന്നു. നമ്മുടെ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ഭയങ്കര രസം, നല്ല കോമഡി ആയിരുന്നു. അതെ, കുറെ കോമഡി മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു സിനിമയ്ക്കകത്തും പുറത്തും, എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. എനിക്ക് പിന്നെ നീരജ് ബ്രോ ഇതിന് മുമ്പൊന്നും അറിയൂടായിരുന്നു, പക്ഷെ അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട് പുള്ളി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സാധനം. എന്നിട്ട് അത് ബ്രേക്ക് ആയി. കഥകളൊന്നും മാത്രം. അപ്പൊ കേട്ട കഥകളുമായി നേരിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ കേട്ട പോലെ അല്ല. അല്ല, അപ്പൊ കേട്ടത് കേട്ടപോലല്ലെന്നോ? അപ്പൊ എന്താ പറഞ്ഞത്? അല്ലാതെ അങ്ങനല്ല, ഞാൻ ഒന്നും കേട്ടിട്ടില്ല. നമ്മളിങ്ങനെ കണ്ട് ഇതൊക്കെ ഉള്ളൂ. നമ്മള് സിനിമ കാണുന്നു, പിന്നെ പുള്ളിയെ എപ്പോഴും നമ്മൾ കാണുന്നത് ഭയങ്കര ഒരു യോയോ സെറ്റപ്പിലൊക്കെ ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കും മറ്റേ CBSE അങ്ങനെയൊക്കെ ചിന്തിച്ച. അല്ല, നല്ല കമ്പനിയാ. നമ്മുടെയൊക്കെ തമാശ മനസ്സിലാവുന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. നമ്മള് പറഞ്ഞ കോമഡി പറഞ്ഞല്ലോ, പുള്ളി എല്ലാ ടൈപ്പ് കോമഡി മറക്കാം. അതുകൊണ്ട് ഓക്കെ ആയിരുന്നു. അൽത്താഫ് വിത്ത് നീരജ് കുറെ പേരോട് അഭിനയിച്ചിട്ടുണ്ട്. സെയിം ഏജ് എന്ന് പറയാല്ലേ, അങ്ങനെ പിടിച്ചോ. അങ്ങനെ അല്ലെങ്കിലും ആണെങ്കിലും പുള്ളിയുടെ കുറേ പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ നമ്മളൊരു 1-2 ഷോട്ടൊക്കെ കഴിയുമ്പോൾ അത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പുള്ളിക്ക് എന്നാലും ഡൗട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു എന്താണ് ഒരു ട്രീറ്റാണ് ഒരു നോക്കുക. പക്ഷെ പുള്ളിയുടെ മാത്രമല്ല, ഓവറോൾ ഇത് പാക്കേജ് നോക്കും, സിനിമയുടെ മൊത്തത്തിലുള്ള പരിപാടി. നമ്മളിത് ഓർമ്മയില്ലെങ്കിലും പുള്ളി അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യും. എനിക്കത് ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏലിയൻസ് വരുവാണ് പ്ലൂട്ടോയിൽ നിന്നും കേരളത്തിലേക്ക്. നമ്മുടെ അടുത്തേക്ക് വരണത് ജൂലൈ 30-നാണ്. എങ്ങനെ ഉണ്ടാവും? തകർക്കോ? വാട്ട് യു ഹാവ് ടു സേ? എന്തായാലും ഒരു തിയേറ്റർ വാച്ചാണ് പടം. OTT-ൽ വന്ന് കാണാൻ നിൽക്കേണ്ട ഒരു പടമേ അല്ല. സ്പൈഡർമാനൊന്നും പ്രതീക്ഷിച്ചു പോകരുത്, പക്ഷെ എന്നാലും തിയേറ്ററിൽ ആസ്വദിക്കാം. സ്പൈഡർമാൻ കൈൻഡ് ഓഫ് ആണോ? അല്ല, സ്പൈഡർമാൻ്റെ ഒപ്പമാണ്. ഓ ശരിയല്ലേ, 30th. ഞങ്ങളും ടോം ഹോളണ്ട് കുഴയല്ല. അത് ഞാൻ ആഡ് ചെയ്തതാണ്. ദിവസമാണെന്ന് മാത്രമാണ്, അത് മാത്രമേ ഉള്ളൊരു ബന്ധം, ഒരു ദിവസം റിലീസ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കാണേണ്ട പടമാണ്. അത്യാവശ്യം വിഷ്വലി നല്ല രസമാണ്. അപ്പം ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ മലയാളികൾ ഇതുപോലുള്ള പടങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ ഇതുപോലുള്ള പടങ്ങൾ ഇനിയും വരുള്ളൂ. അൽത്താഫ്ക്ക് എന്താ പറയാനുള്ള? തീർച്ചയായും നമ്മളും ഈ പറഞ്ഞിട്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ പണിയെടുത്തൊരു സിനിമയാണ്. ഒരു എൻ്റർടൈനറാണ്, ഒരു ഫൺ എൻ്റർടൈനറാണ്. എല്ലാ ആളുകൾക്കും ഇത് മീൻസ് ഇഷ്ടാവുമെന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് പാക്ക് ചെയ്തേക്കണത്. എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ളവരോടും പറയുക, അവരും കാണാൻ പ്രോത്സാഹിപ്പിക്കുക. ഉറപ്പായിട്ടും. ഇപ്പോൾ സുബിൻ പറഞ്ഞ ഒരുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പുതിയ ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. കുറേ കമൻറ്റ് ഞാൻ കണ്ടു, നമ്മുടെ പാട്ടിൻ്റെ അണ്ടറിലാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഗ്ലിംസിൻ്റെ അണ്ടറിലാണെങ്കിലും, മലയാളം ദിസ് ഈസ് എ ഫ്രഷ് എക്സ്പീരിയൻസ്, ഏലിയൻസ് വരാന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. സോ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് സെയിം ഫീലിംഗ് തന്നെ കിട്ടിയിട്ട് കൊള്ളാല, ഫ്രഷ് എക്സ്പീരിയൻസ് ആണല്ലോ എന്ന് കിട്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റവരൊക്കെ അറിയിക്കാൻ പറ്റട്ടെ. ഹോപ്പിംഗ് നമ്മുടെ പടം തകർക്കുന്നു. താങ്ക് യു സോ മച്ച്.